നമസ്കാരം. നമ്മളിപ്പം തൃശ്ശൂരാണ്. ഇന്ന് ഒരു പ്രത്യേക കൃഷി നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുന്നതാണ്. പലതരത്തിലുള്ള കൃഷികൾ കണ്ടിട്ടുണ്ടെങ്കിലും പുല്ല് വിറ്റ് വരുമാനം ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുക. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. സ്വാഗതം കർഷകശ്രീയിലേക്ക്. വീടിൻ്റെയും ഓഫീസിൻ്റെ ഒക്കെ മുറ്റത്ത് നല്ലൊരു പുൽത്തകിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പലരും ഉപയോഗിക്കുക പേൾ ഗ്രാസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു പേൾ ഗ്രാസ് തോട്ടത്തിലാണ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ടാണ് പല വീടുകളിലും മുറ്റത്ത് ധ്യാനത്തിലും പുൽത്തകിടിക്കൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വരിക. അപ്പോൾ അത്തരത്തിൽ ഇത് ചെയ്തു കൊടുക്കുന്നതും അതുപോലെ ഈ പുൽത്തകിടി ഉണ്ടാക്കി അത് വിൽപ്പന നടത്തുന്നതായിട്ടൊരു കർഷകനും സംരംഭകനുമായിട്ടുള്ള നെൽസനെയാണ് നമ്മളിന്ന് ആദ്യം പരിചയപ്പെടുത്തുക. അപ്പോൾ അദ്ദേഹമായിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. ഹായ്, നമസ്കാരം. ഹായ്, നമസ്കാരം. അപ്പം നെൽസൺ, അപ്പോൾ ചേട്ടന് ഈ ഒരു കൃഷി അല്ലെങ്കിൽ ഈ പേൾ ഗ്രാസിലോട്ട് തിരിഞ്ഞിട്ട് എത്ര നാളായി? ഞാൻ ആക്ച്വലി ഇപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് അതുപോലെ ലോണിൻ്റെ ഫാം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ഏകദേശം ഒരു 7 വർഷമായി. 7 വർഷത്തിനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിരുന്നത് മെക്സിക്കൻ അതുപോലെ കൊറിയൻ ഗ്രാസുകളായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതിൽ നിന്ന് നമുക്ക് മാറാനുള്ള 2 കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് കോവിഡ് വന്ന സമയത്ത് നമുക്ക് ഇത് സെയിൽസ് വല്ലാത്ത രീതിയിൽ കുറഞ്ഞു, നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റാണ്ടായി, വലിയ രീതിയിലുള്ള ലോസ് കാര്യങ്ങൾ വന്നു. അങ്ങനെയാണ് ഞാൻ നിർത്തുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വീണ്ടും അത് തുടങ്ങാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെക്സിക്കൻ കൊറിയൻ പോലുള്ള ഗ്രാസുകളിൽ നമുക്ക് ഇതിൻ്റെ പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ്, അതുപോലെ കെമിക്കൽ, ഈ ചെതലിനുള്ള മരുന്ന്, അങ്ങനെ കണ്ടമാനം കെമിക്കലുകൾ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട്, കാരണം ഇത്രയും ഏരിയ ഫാം നമ്മൾ ചെയ്യുമ്പോൾ ഡെയിലി ഇത് പല സ്ഥലങ്ങളിലായിട്ട് പല ഏരിയകളിൽ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ മാറിയായിരുന്നു. അപ്പോൾ അത് നമുക്ക് അത്രയും നല്ലതല്ല എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 2 വർഷത്തോളം ഞാൻ ഈ ഫാമിൻ്റെ പരിപാടി ബ്രേക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇതിലോട്ട് വരാനുള്ള കാരണം, ഞാൻ പിന്നെ ലാൻഡ്സ്കേപ്പിൻ്റെ ഫീൽഡിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും ഇതിലോട്ട് വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, പേൾ ഗ്രാസ് വീണ്ടും വന്നപ്പോൾ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു തീരുമാനം വന്നു. അങ്ങനെ ഈ പേൾ ഗ്രാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് നമ്മളൊരു സുഹൃത്തും കൂടിയാണ്. ആളെ പരിചയപ്പെടാനുള്ളൊരു അവസരം കിട്ടി. മിസ്റ്റർ ജിബോയ് എന്നാണ് ആളുടെ പേര്. അപ്പോൾ പുള്ളിയാണ് ഈ സാധനം ശ്രീലങ്കയിൽ നിന്നാണ് ഇത് ഇവിടേക്ക് കൊണ്ടുവന്നത്. പുള്ളി അത് ഇവിടെയൊക്കെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും പബ്ലിസിറ്റി അതിന് കിട്ടിയില്ലായിരുന്നു. അവർ പബ്ലിസിറ്റി കിട്ടാത്തതുകൊണ്ട് ആളുകളിലേക്ക് ഇത് ശരിക്കും എത്തിപ്പെട്ടില്ല. അങ്ങനെ പിന്നെ ഇപ്പോൾ ഈ ഒരു ഏരിയ, ഇപ്പോൾ നമ്മുടെ മണ്ണുത്തിയാണ് സ്ഥലം, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ മണ്ണുത്തി ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഴ്സറികളും ഇതുപോലുള്ള ഫാമുകളും കാര്യങ്ങളും ആയിരിക്കും. അപ്പം നമുക്കതിന് നല്ലൊരു സോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കത് നല്ലൊരു മാർക്കറ്റ് ചെയ്യാൻ അതിന് നല്ലൊരു ഓപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു 2.5 വർഷം മുന്നേ വീണ്ടും പേൾ ഗ്രാസിൻ്റെ ഇതിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഏകദേശം ഒരു 2.5 വർഷമായിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3.5 ഏക്കറോളം ഓൾറെഡി ഇപ്പോൾ റണ്ണിങ്ങിലുള്ള ഫാമുണ്ട്. നമ്മുടെ യൂണിറ്റ് 1 3.5 ഏക്കർ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ യൂണിറ്റ് 2ൻ്റെ നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്ക്. യൂണിറ്റ് 3 അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ഏകദേശം ഒരു 4-5 ഏക്കറും കൂടെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ, പിന്നെ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഈ ഗ്രാമപ്രദേശത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു 5000 സ്ക്വയർ ഫീറ്റ്, 2000 സ്ക്വയർ ഫീറ്റ്, 3000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ആളുകളുണ്ട്. വീട്ടിൽ അവരുടെ ചെറുകിട സംരംഭങ്ങൾ അത് ഇവിടെ വളരെയധികം ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കാര്യങ്ങൾ കൊടുത്ത് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നം നമ്മളത് മെഷീൻ, നമ്മുടെ കയ്യിൽ ഇത് ഷോർട്ട് കട്ടർ ഉണ്ട്, ഷോർട്ട് കട്ടർ വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ട് കട്ടർ വെച്ച് നമ്മളിത് കട്ട് ചെയ്തെടുത്ത് നമുക്കത് മാർക്കറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ക്ലയൻസിലേക്ക് ഈ സാധനം എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ കേരളത്തിൽ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ മണ്ണുത്തിയിൽ നിന്നാണ് മെയിനായിട്ട് പേൾ ഗ്രാസിൻ്റെ ഒരു 80% കൂടുതൽ പേൾ ഗ്രാസ് സപ്ലൈ ആവുന്നത്.
അപ്പോൾ ഇത് നഴ്സറി പ്രൊഡക്ഷൻ ഉണ്ട്. ഒരു ദിവസം എങ്ങനെ നോക്കിയാലും ഒരു 50,000 സ്ക്വയർ ഫീറ്റിന്റെ മേളിൽ, 50,000 പോരാ, അതിന് മേളിൽ ഒരു ദിവസം ഇവിടെ നിന്ന് കയറി പോകുന്നുണ്ട്. മണ്ണുത്തിന്ന് പേൾ ഗ്രാസ് മാത്രം ഒരു 10 ലക്ഷം രൂപയുടെ ബിസിനസ് മിനിമം നടക്കുന്നുണ്ട്. 10 ലക്ഷം രൂപയുടെ മേളിൽ ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പോ ഇതില് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റേറ്റിന്റെ ഒരു കാര്യം കറക്റ്റ് പറയാൻ പറ്റില്ല, മാർക്കറ്റിനനുസരിച്ചാണ്. അപ്പൊ അതെന്താ വെച്ചാൽ മാർക്കറ്റിൽ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി, അതുപോലെ ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, മെറ്റീരിയൽ ഷോർട്ടേജ് കാര്യങ്ങൾ വരുമ്പോൾ അത് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാനൊക്കെ 10 രൂപയ്ക്ക് വരെ സാധനം സെയിൽ ചെയ്തിട്ടുണ്ട്. 10 രൂപയ്ക്ക് സെയിൽ ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് അതിന്റെ ഇത് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും കിട്ടാനില്ല. പക്ഷെ നമുക്കിത് ഇടാൻ പറ്റില്ല. അപ്പൊ നമ്മളത് സെയിൽ ചെയ്ത് വിടും. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ പേൾ ഗ്രാസിന്റെ റേറ്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 80 രൂപ ആ റേഞ്ചിലേക്കാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത്. പിന്നെ അത് കുറഞ്ഞ് മാർക്കറ്റിൽ മെറ്റീരിയൽ ആയി തുടങ്ങിയപ്പോൾ ആളുകളുടെ ആവശ്യകത കുറഞ്ഞു വന്നു, കുറവും അങ്ങനെ ആയിരുന്നുകൊണ്ട് അതിന്റെ റേറ്റ് കുറഞ്ഞു വന്നു. 30-40 രൂപയ്ക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം കർഷകനെ സംബന്ധിച്ചെന്ന് പറഞ്ഞ ഒരു ബേസിക് ആയിട്ടുള്ളൊരു വലിയ പ്രശ്നങ്ങൾ വരാത്ത രീതിയിലുള്ള ഒരു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ആദ്യം തന്നെ ചോദിക്കാം, നമ്മളിപ്പോ ഈ പേൾ ഗ്രാസ് ഇപ്പൊ ഒരു സാധാരണക്കാരൻ കുറച്ച് സാധനം മേടിച്ച് ഇപ്പൊ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പോട്ടെ, സാധാരണക്കാരൻ ഇത് മേടിച്ചത് അവന്റെ കൃഷിയിടത്തിൽ അല്ലെങ്കിൽ മുറ്റത്ത് ഒരു പുൽത്തകടി ഉണ്ടാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും? മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മെയിൻ്റനൻസ്, കെയറിങ് കുറവ് മതി. അതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. മെഡിസിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസോ കാര്യങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ലാൻഡ് നമുക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു പുൽത്തകടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മണ്ണ് ഏത് ലെവലിൽ വേണോ, എന്തൊക്കെ ചെടികളാണ് പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഭംഗിയായിട്ട് കിടക്കും. അപ്പൊ ഏത് ലെവലിലേക്കാണോ ലാൻഡ് നമുക്ക് ആവശ്യം, ആ ലെവലിലേക്ക് ലാൻഡ് റെഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഷീറ്റ് ലേ ചെയ്താൽ മതി. ഇപ്പൊ ചെറിയൊരു 300 സ്ക്വയർ ഫീറ്റ് ഇപ്പോ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം അവിടെ ഉള്ള ആൾക്ക് നമ്മൾ ഇവിടുന്ന് പോയി ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയും പോസിബിൾ അല്ല. നമ്മൾ ഇവിടുന്ന് നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ എടുക്കുന്ന എല്ലാവർക്കും നമ്മൾ അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് അവർക്ക് ആവശ്യമാണെങ്കിൽ അത് കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഇത് ചെയ്യാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ഗ്രാസ് എടുക്കുന്ന ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ അവർക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നം വന്നു, നനയ്ക്കാൻ പറ്റാതെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു, അങ്ങനെ എന്തെങ്കിലും വന്ന് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇപ്പൊ പറഞ്ഞു തന്നല്ലേ, നമ്മള് ഇപ്പൊ ഒരു ഷീറ്റ് മേടിച്ചു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഷീറ്റിന്റെ സൈസ് എത്രയാണ്? നമുക്ക് 4 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ഷീറ്റ് വരും. കാരണം അതിന്റെ വിഡ്ത്ത് വരുന്നത് 1.5 18 ഇഞ്ചും അതിന്റെ ലെങ്ത് വരുന്നത് 32 ഇഞ്ചുമാണ് അതിന്റെ ലെങ്ത് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഷീറ്റ് വാങ്ങിയാൽ നമ്മൾ ആ ഷീറ്റായിട്ട് തന്നെ വെച്ച് പിടിപ്പിക്കണോ, അതോ അതിനകത്ത് നിന്ന് നമ്മൾ ചെറിയ പീസാക്കി? അത് ഇപ്പോ ഇത് 2 രീതിയിലാണ്. നമ്മളിവിടെ ഇത് എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സിനെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നമ്മുടെ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെയധികം കള വരുന്നുണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ, അതായത് ആ കള വന്നു കഴിഞ്ഞാൽ ക്യാൻസർ മാതിരി ആ കള വന്നു കഴിഞ്ഞാൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്ത കുറെ കളകളുണ്ട്. ഇത് പുറത്ത് കൊണ്ടുപോയി ചെയ്യുമ്പോൾ അവർക്ക് അത് മനസ്സിലാവില്ല. ആ സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി നമുക്ക് ആ അത്രയും ഏരിയ അത് ചെത്തി ഒഴിവാക്കാനേ പറ്റുള്ളൂ. അപ്പൊ നമുക്കും ഫാമിലിയുടെ ചില സമയങ്ങളിൽ വരും, നമ്മളത് ചെത്തി ഒഴിവാക്കുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട്. അതിനെ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ അവർക്ക് ഡബിളിംഗ് മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതാണ്. അത് നമുക്കും ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ആളുകൾ ഉദ്ദേശിക്കുന്നത് ഡബിളിംഗ് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റേറ്റിൽ ഭയങ്കര ലാഭം കിട്ടും. അങ്ങനെയാണ് ഒരു കർഷകനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം, ഒരു കൃഷി ചെയ്താൽ എത്ര മാക്സിമം അതിന് പ്രോഫിറ്റ് ഉണ്ടാവും കാര്യങ്ങളെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമുക്കും ഇതിൽ വേറെ ഒന്നുമില്ല. ഒരു സ്ക്വയർ ഫീറ്റിന് ചിലപ്പോൾ ഒരു 2 രൂപയോ 3 രൂപയ്ക്കാണ് നമുക്കൊരു സ്ക്വയർ ഫീറ്റിന് ഈ 3 മാസം അല്ലെങ്കിൽ 2 മാസം നമ്മൾ നോക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ഒരു ലോൺ അല്ലെങ്കിൽ ഒരു പുൽത്തകടി വീട്ടിൽ ചെയ്യുന്ന ഒരാൾ ഇത്രയും റിസ്ക് എടുത്ത് ഈ കാര്യങ്ങൾ ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് പുല്ലാൾ ഈ ഇത് ചെയ്തെടുത്താലും ഒരു 3000 രൂപയോ മറ്റോ ആണ് ആൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. അതിനുള്ള റിസ്ക്കും ആൾക്കുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന അതേ മെത്തേഡിൽ ആളവിടെ ചെയ്താൽ നമുക്കൊരു സ്ക്വയർ ഫീറ്റിന് ഒരു 3 രൂപ അല്ലെങ്കിൽ മാക്സിമം പോയാൽ 4 രൂപ കിട്ടിയാലും ഒരു 1000 സ്ക്വയർ ഫീറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഷീറ്റ് മേടിച്ച് ലേ ചെയ്യുന്നതാണ് ഒരു റിസ്ക് ഇല്ലാത്ത പരിപാടി. അപ്പൊ ഷീറ്റ് മേടിച്ച് കംപ്ലീറ്റ് ടർഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി റെഡി ടു ലോൺ എന്നല്ലെങ്കിൽ പുൽത്തകടി എന്നുള്ള രീതിയിലേക്ക്. അല്ലാതെ നമ്മൾ സാപ്ലിംഗ് നട്ട് വളർത്തണമെങ്കിൽ ഇതുപോലെ ഒരു പുൽമേടാകാൻ എത്ര നാളെടുക്കും? ഇത് ഏകദേശം നമുക്ക് ആയി വരാൻ അത് ക്ലൈമറ്റിന്റെ ഇതുപോലെ, വാട്ടറിങ്ങിന്റെ ഇതുപോലെ, അതുപോലെ മണ്ണിലുള്ള NPK കണ്ടന്റുകളുടെ ഇതുപോലെയൊക്കെ വൈകും. ഏകദേശം നമുക്കൊരു 60 ദിവസം മുതൽ 90 ദിവസം വരെ ആവാം, സമയമെടുക്കും നമുക്കിതുപോലെ ഇതായിക്കട്ടെ. ഇപ്പൊ നമ്മൾ ഈ കാണുന്നതൊക്കെ ഏകദേശം ഒരു 40-45 ദിവസമായ മെറ്റീരിയലാണ്. ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞാൽ ഓൾറെഡി കട്ടിങ്ങിനാവുന്ന രീതിയിലുള്ള ഇതാണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പം നമ്മള് ഈ പുൽത്തകടി 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് ഇതുപോലെ കൃഷിയായിട്ട് പറഞ്ഞ ഒരു വരുമാന മാർഗമായിട്ട്. രണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു പുൽത്തകടി വീട്ടില് അലങ്കാരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ ആൾക്കാർക്ക് ഒരു വൈകുന്നേരം ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു രീതിയിൽ. അപ്പൊ ഈ 2 രീതിയിൽ നമ്മൾ ആദ്യം നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ കർഷകന്റെ ഭാഗത്ത് നിന്ന് ആദ്യം ചിന്തിക്കാം.
കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ ഇവിടെ വരുമാന മാർഗമാക്കാൻ പറ്റുന്നുണ്ട്? അതായത് ഇപ്പം മണ്ണുത്തിയെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൃഷി രീതി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും? ഇത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കൃഷി രീതി ചെയ്യുകയാണെങ്കിൽ ആദ്യം ലാൻഡ് ലെവലിംഗ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് കറക്റ്റായിട്ട് ഷീറ്റ് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ലാൻഡ് ഇതുപോലെ നല്ല പ്ലെയിൻ ആയിട്ട് ഒരു ഗ്രൗണ്ട് പോലെയൊക്കെ നമ്മൾ ലെവൽ ചെയ്യാൻ പറ്റിയാൽ, പിന്നെ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന സോയിലിൽ വീഡ്സ് കാര്യങ്ങളൊക്കെ അധികം ഉണ്ടെങ്കിൽ നമുക്കത് വീഡ്സ് കണ്ടമാനം വരും. വീഡ്സിന്റെ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. വീഡ്സ് എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം വീഡ്സ് റിമൂവലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടാസ്ക്. പിന്നെ ഇതിന്റെ വാട്ടറിങ്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2 നേരം 3 നേരം 2 നേരം നനച്ചു കഴിഞ്ഞാൽ ആവുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ടാവും 3 നേരം നനച്ചാൽ. സോയിൽ ഡ്രൈ ആവാത്ത രീതിയിൽ നനച്ചു കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇത് ഈ സാപ്ലിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡബിൾ മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം ഇതിന്റെ ഈ റൂട്ട്സ് തന്നെയാണ് നമ്മൾ ഇത് സെഗ്രിഗേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇതിന്റെ മേളിൽ ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മേളിൽ നമ്മൾ സോയിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ സോയിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ വെയിലടിച്ച് ഈ സാധനം ഉണങ്ങിപ്പോവും. സോയിൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കിടന്ന് ചീഞ്ഞു പോകും. അപ്പൊ അതൊരു കറക്റ്റ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ അത് ചെയ്താലേ നമുക്കിത് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഇപ്പൊ ഇങ്ങനെ നടത്തുമ്പോൾ കർഷകരെ സംബന്ധിച്ചുള്ള ഇപ്പൊ ഈ മണ്ണുത്തിലെ കർഷകർ എങ്ങനെ വരുമാനം നേടുന്നുണ്ട്? ഇപ്പം ഒരു കർഷകന് സാധാരണഗതിയിൽ എത്ര രൂപ മിനിമം അവന്റെ കൃഷിയിടത്തിൽ നിന്ന് പുല്ല് വിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്? ഒരു കർഷകനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരു 5000 സ്ക്വയർ ഫീറ്റ് വരെ, 4 പേരുള്ള ഒരു ഫാമിലിക്ക് ഒരു 5000 സ്ക്വയർ ഫീറ്റ് വരെ സ്വന്തമായിട്ട് ചെയ്യാം. അവരുടെ ഒഴിവ് സമയങ്ങൾ, ജോലിയോ കാര്യങ്ങളോ കഴിഞ്ഞ് വന്നിട്ടുള്ള ഒഴിവ് സമയങ്ങൾ കാര്യങ്ങൾ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞാൽ അവർക്ക് ഈ 4000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 5000 സ്ക്വയർ ഫീറ്റ് മാർക്കറ്റിൽ എന്ത് റേറ്റിന് കൊടുക്കുന്നു അതിൽ അത് കട്ട് ചെയ്ത് ഷോർട്ട് കട്ടർ വെച്ച് കട്ട് ചെയ്ത് ഇതാക്കുന്ന ഒരു ഫീസ് ഉണ്ട്, അവരുടെ ലോഡ് ചെയ്യുന്ന ഒരു ചാർജ് ഉണ്ട്. ആ ചാർജ് കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട് അവർക്ക് സേവിങ്സ് ആണ്. അവരെ സംബന്ധിച്ച് അഡീഷണൽ ആയിട്ട് അവർ വേറെ ചിലപ്പോൾ നമ്മളിത് ചെയ്യാനായിട്ട് മാത്രം ലേബേഴ്സിന് 1 ദിവസത്തെയോ 2 ദിവസത്തെയോ ഇതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ 1 ദിവസമോ 2 ദിവസമാണ് ഇത് ചെയ്യാനായിട്ട്, പുതുതായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് 1 ദിവസമോ 2 ദിവസമോ ഇവരെ യൂസ് ചെയ്യേണ്ടി വരുള്ളൂ. ബാക്കി ഇതിലുള്ള വീഡ്സ് റിമൂവല്, അതുപോലെ ഇതിന്റെ വാട്ടറിങ്, ഈ കാര്യങ്ങളെല്ലാം അവർക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ അവരുടെ ഒഴിവ് സമയങ്ങളിൽ. അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ 5000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് പ്രൈസിൽ എന്ത് റേറ്റിനാണോ പോകുന്നത് അതിൽ കട്ടിങ് കാശ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബാക്കി അത് കിട്ടും. എന്നാലൊരു മിനിമം എത്ര കിട്ടാൻ സാധ്യതയുണ്ട്? മിനിമം ഇപ്പോൾ ഒരു 5000 സ്ക്വയർ ഫീറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 60 ദിവസം കൊണ്ട് ഇതിന്റെ ഹാർവെസ്റ്റിംഗ് നടക്കുവാണെങ്കിൽ ഒരു 2 മാസത്തിൽ 5000 സ്ക്വയർ ഫീറ്റ്, ഒരു മാസം ഒരു 2500 സ്ക്വയർ ഫീറ്റ് അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് പ്രൈസും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 60,000, 65,000, 70,000 രൂപയ്ക്ക് നമ്മൾ സെല് ചെയ്യുവാണെങ്കിലും അതിലൊരു പ്രോഫിറ്റ് ഒരു 50,000 രൂപ ഈസി ആയിട്ട് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റും. ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് കട്ടറിന്റെ ഇതാണ്, അവൈലബിലിറ്റി ആണ്. അതാണ് ഈ മണ്ണുത്തി ഭാഗങ്ങളിൽ നമ്മളിത് ചെയ്യണതിന്റെ മെയിൻ കാര്യം. ഇവിടെ നമ്മൾ ഈ കണ്ടമാനം കർഷകരെ നമ്മളിത് എടുത്ത് കട്ട് ചെയ്ത് നമ്മൾ കയറ്റി കൊടുക്കുന്നത് നമ്മുടെ ഓർഡറിൽ. ക്വാളിറ്റി ഉള്ള ഗ്രാസ് കൊടുക്കാൻ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ നോക്കും, ചെക്ക് ചെയ്യാൻ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളില്ലാത്ത നല്ല ഗ്രാസ് ആണെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കയറ്റി കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഓർഡർ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ ഫാമിലുള്ള ഇത് ആളുകൾക്ക് കൊടുക്കാൻ തികയുന്നില്ല. കാരണം നമ്മൾ ഓർഡർ മെയിനായിട്ട് കള അങ്ങനെയുള്ള ഇഷ്യൂസ് ഇല്ലാത്ത ഗ്രാസ് ക്ലയൻസിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നമ്മൾ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഓർഡർ വരുന്നുണ്ട്. ഓർഡർ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെയുള്ള ഫാമുകൾ നമ്മൾ വിസിറ്റ് ചെയ്യും, നോക്കും എന്താണോ അതിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് ആ രീതിയിൽ അവർ ഇതാക്കി നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേൾ ഗ്രാസ് നമ്മുടെ വീട്ടിൽ നട്ടു. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയൊക്കെ കെയർ ചെയ്യണം? ഇതിന് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ആണെങ്കിൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷെയ്ഡ് ലവിങ് ഗ്രാസ് ആണ്. ഒരു ഷെയ്ഡിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രാസ് ആണ്. ഷെയ്ഡിലാണെങ്കിൽ നമുക്ക് വലിയ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഫ് ഒരു 1.5-2 ഇഞ്ച് വരെയൊക്കെ ഇതിൻ്റെ ഇത് വരും ഷെയ്ഡിലാവുമ്പോൾ. ഡയറക്റ്റ് സൺലൈറ്റ് ആണെങ്കിൽ 1 ഇഞ്ചിന് താഴെ ആ രീതിയിലാണ് നിൽക്കുക. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിലാണെങ്കിൽ ഇതിന് ആവശ്യമുള്ള നൈട്രജൻ സഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം. നൈട്രജൻ വിത്ത് മൈക്രോ ന്യൂട്രിയൻസ് കാര്യങ്ങൾ നമ്മൾ അതിന് സഫിഷ്യൻ്റ് ആയിട്ട് കൊടുക്കണം. അല്ല, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് കൊടുക്കുക? നമ്മൾ മെയിനായിട്ട് നൈട്രജൻ മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂറിയ അപ്ലൈ ചെയ്യാവുന്നതാണ്. യൂറിയ ആണ് ഇപ്പോൾ നൈട്രജൻ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ 19 എന്ന് പറഞ്ഞിട്ട് NPK വരുന്നുണ്ട്, അത് നമുക്ക് അപ്ലൈ ചെയ്യാം. അത് വാട്ടർ സോളിബിൾ ആണ്, അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ മൈക്രോ ന്യൂട്രിയൻസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NPK വിത്ത് മൈക്രോ ന്യൂട്രിയൻസ് വാട്ടർ സോളിബിൾ ആയിട്ടുള്ളത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. അത് മന്ത്ലി ഒരു 1 എങ്ങാനും സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് ശരീരത്തിനോ അല്ലെങ്കിൽ ആളുകൾക്കോ വേറെ ദോഷകരമായിട്ടുള്ളൊരു ഇതല്ല. അല്ല, അപ്പം ഞാൻ ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ വളർത്തുമ്പം
ഈ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട്? ഇത് ചാണകപ്പൊടിയൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ് ചാണകപ്പൊടിയിലൊക്കെ പറയുന്നത് കണ്ടമാനം വിത്തുകളുണ്ട്. പശു കഴിക്കുന്ന പുല്ലിന്റെ വിത്തുകൾ, അത് ഇതിൽ ഡൈജസ്റ്റീവ് ആവില്ല. അപ്പോൾ നമ്മൾ ഈ ചാണകപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിത്തുകൾ ഫുള്ള് ഇതിൽ വീഡ്സ് ആയിട്ട് നമുക്ക് വരും. നമുക്ക് വെർമി കമ്പോസ്റ്റ്, അതും ഈ ഗാർബേഡ് കമ്പോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വെജിറ്റബിളിൻ്റെ, ഇപ്പോൾ തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളുടെ ചെറിയ സീഡ്സ് ഉള്ള വെജിറ്റബിൾസ് ഇതിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇതിൽ നിന്ന് നമുക്ക് വീഡ്സിൻ്റെ ആ ഒരു ഇതിലേക്ക് വരും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്യൂറായിട്ടുള്ള നല്ല വെർമി കമ്പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ബേസിക്കലി ഈ ഒരു ഗ്രാസിന് അധികം അങ്ങനെ ഒരു ഫെർട്ടിലൈസറിൻ്റെ ആവശ്യം വേണം എന്നുള്ളൊരിതില്ല. ഷെയ്ഡിലാണെങ്കിൽ ചെയ്യണമെന്നേ ഇല്ല. ഷെയ്ഡിൽ നമ്മൾ എത്ര സമയം എടുത്താലും നന മാത്രം മതി, അത് നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കും. പക്ഷെ ഡയറക്റ്റ് സൺലൈറ്റ് വരുമ്പോൾ ഇതിന് ഒരു റെഡിഷ് കളർ വരും. അതിന് നൈട്രജൻ മസ്റ്റാണ്. അത് നൈട്രജൻ കൊടുത്താലേ ആ കളർ ഡിഫറൻസ് മാറി നമുക്ക് നല്ല ഗ്രീനിഷ് ആയിട്ട് കിട്ടുള്ളൂ. സ്ഥലം ഒരുക്കുമ്പോൾ നമ്മൾ സാധാരണ മറ്റുള്ള ഇപ്പോൾ ഒരു ബിൽഡിങ്, ഒരു കൺസ്ട്രക്ഷൻ നടന്നൊരു പുതിയൊരു വീടിൻ്റെയൊക്കെ ആണെങ്കിൽ നോർമലി നമ്മൾ ഇതിൽ കുറേ വേസ്റ്റുകൾ കാര്യങ്ങളുണ്ടാവും. ബേസിക്കലി ലോൺ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത്ര ഡെപ്തിൽ നമ്മൾ കുഴിയെടുത്ത് മൂടാവുന്ന വേസ്റ്റുകൾ, അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ മൂടി സോയിൽ ഇട്ട് നമ്മൾ സോയിൽ ലെവൽ ചെയ്ത് നല്ല രീതിയിൽ ലെവൽ ചെയ്ത് അതിനെ ഫിനിഷിങ് ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് അതിന് മുകളിൽ നമ്മൾ ഷീറ്റ് ടർഫ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിങ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഗാർഡൻ ചെയ്യുമ്പോൾ അതിൽ ചെടികളും കാര്യങ്ങളും പ്ലാന്റിങ് ഉണ്ടായിരിക്കും. ആ പ്ലാന്റിങ് കഴിഞ്ഞ് സോയിൽ ഫൈനൽ ലെവലിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന മാറ്റ് കറക്റ്റായിട്ട് ഒന്നിന് മേളിൽ ഒന്നും വരാത്ത രീതിയിൽ കറക്റ്റ് ആ ഇതിൽ ജോയിൻറ്റുകളെല്ലാം കറക്റ്റ് ചെയ്ത് ലേ ചെയ്ത് ടർഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നല്ല രീതിയിൽ വാട്ടറിങ് കൊടുക്കുക. ഒരു 1 വീക്ക് അതിലധികം ആളുകൾ കയറി നടക്കാതെയും കാര്യങ്ങളും ഇല്ലാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു 1 വീക്ക് കൊണ്ട് ഇതിന് പുതിയ റൂട്ട്സ് കാര്യങ്ങൾ വന്ന് സെറ്റായി കാര്യങ്ങൾ നീറ്റായി കിട്ടുന്നു. അപ്പോൾ ഈ കല്ലൊന്നും ഇല്ലാത്ത ആയിരിക്കുമല്ലോ, നല്ല ചെറിയ പെബിൾസ്? അല്ല, നമ്മൾ കല്ലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളത് റാക്ക് കാര്യങ്ങൾ വെച്ച് നമ്മളത് വടിച്ച് കറക്റ്റ് ചെയ്ത് നമ്മളത് ലെവൽ ചെയ്തിട്ടാണ് അതിന് ഫൈനൽ, അതാണ് ടോപ്പ് സോയിലിൻ്റെ ഒരു ലെവലിങ്. അത് നമ്മളൊരു ഫൈനൽ ലെവലിങ് ചെയ്യും. ബാക്കിയുള്ളത് ഇതിന് ഏകദേശം ഒരു 2 ഇഞ്ച് വരെയൊക്കെയാണ് മാക്സിമം ഇതിൻ്റെ റൂട്ട്സിൻ്റെ ഒരു സ്ട്രെങ്ത് ഉള്ളത്. അപ്പോൾ അതിന് താഴേക്ക് ഇത്തിരി കല്ലും കട്ടയൊന്നും കിടന്നാലും നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഏതൊരു ടെറൈനിലും ഏതൊരു ഇതിലും നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഫാമിംഗ് രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലാറ്റ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് ഷോർട്ട് കട്ടർ വെച്ച് സാധനം കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ഫ്ലാറ്റ് ആയിരിക്കണം. ഇതിൽ തന്നെ ഇപ്പോൾ ഏറ്റക്കുറച്ചിലുള്ള കുണ്ടുകുഴി അല്ലെങ്കിൽ ചെറിയ കുഴികൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോൺ മൂർ ഷോർട്ട് കട്ടറിൽ കട്ട് ചെയ്യുമ്പോൾ ആ ഏരിയയിൽ നമുക്ക് കട്ടായി പോകും, ഷീറ്റ് ബ്രേക്ക് ആവും. പിന്നെ ഇപ്പോൾ നോർമലി അത് പുതിയ ഇപ്പോൾ ആളുകൾ എടുക്കുമ്പോൾ ഷീറ്റ് ശകലം പൊട്ടി ഉടഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതിന് വേറെ പ്രശ്നമൊന്നുമില്ല. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് പതിച്ച് ഇതാക്കി നല്ലപോലെ വാട്ടറിങ് കൊടുത്തു കഴിഞ്ഞാൽ 1 വീക്കിൽ സാധനം ഇതാവും. ഷീറ്റ് പൊട്ടാതിരിക്കുക അങ്ങനെയുള്ളൊരു കാര്യത്തിൽ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മെയിനായിട്ട് ഇനി പേൾ ഗ്രാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്ത കുറേ വീഡ്സ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ തന്നെ ഇതിൽ ബഫല്ലോ ഗ്രാസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി നമ്മൾ ആദ്യം ചെയ്തിരുന്നു. നീളം കൂടിയതും വീതി കൂടിയതുമായ ഇല. അപ്പോൾ അത് നമുക്ക് ഇതിൽ വന്ന് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നോക്കി കറക്റ്റായിട്ടുള്ള പേൾ ഗ്രാസ് തിരഞ്ഞെടുക്കുക മാർക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ. ഇപ്പം നമ്മുടെ പറമ്പിൽ കാണുന്ന ബഫല്ലോ ഗ്രാസും പേൾ ഗ്രാസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും മറ്റേ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ല. എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ പേൾ ഗ്രാസും ബഫല്ലോ ഗ്രാസും എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി നമ്മളിതിൽ കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അത് കുറച്ച് ഈ ഗ്രാസിൻ്റെ ലീഫിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ വീതി കൂടിയ ഇലയായിരിക്കും, കുറച്ചും കൂടെ ലെങ്ത്ത് കൂടുതലുണ്ടായിരിക്കും. അത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. അത് അറിയാവുന്നവർക്ക് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ പേൾ ഗ്രാസ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലെ വിലയുടെ കാര്യം നോക്കി 1 രൂപയോ 2 രൂപയോ കുറവിന് നോക്കിയിട്ട് അവിടെ നിന്ന് എടുക്കാതെ കറക്റ്റായിട്ട് അവർ ഗ്യാരണ്ടി ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. നമ്മളിപ്പോൾ നമ്മുടെ ക്ലയൻസ് ഒക്കെ വിളിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മൾ ഗ്യാരണ്ടിയാണ്, നമ്മൾ തരുന്ന മെറ്റീരിയലിന് വേറെ ഇഷ്യൂസ് ഇല്ല, നമ്മൾ ഗ്യാരണ്ടിയോടെ തരാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കാം. പക്ഷെ അങ്ങനെ നമ്മളൊരു ഗ്യാരണ്ടി പറഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ളൊരു ഒരു ചിലപ്പോൾ 1-2 രൂപ നമ്മുടെ കൂടുതലായിരിക്കും. കാരണം അതിന് നമ്മൾ അത്രയും എഫേർട്ട് ഇടുന്നുണ്ട്, അത്രയും അതിനെ ഇതാക്കി കൊണ്ടുവരാനും കാര്യങ്ങളും അതിൽ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റാതെ ഇത് വരും. ഈ കാറ്റുള്ള സമയങ്ങളിൽ ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ കളവല്ലാതെ കൂടി നിൽക്കുന്നൊരു സമയമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാറ്റാണ്. കണ്ടമാനം പുല്ലുകളുടെയും ചെടികളുടെയും വിത്തുകൾ ഈ കാറ്റത്ത് പറന്നു വന്നതിൽ വീണിട്ട് അത് മുളച്ച് കണ്ടമാനം വീഴ്ച വരും. അത് നമ്മളെങ്ങനെ ചെയ്താലും ചില സമയങ്ങളിൽ നമുക്ക് വരും. ഇങ്ങനെ കള വരുമ്പം നമുക്കത് പറിച്ചു കളയാൻ അല്ല വേറെ ഏതെങ്കിലും വഴിയുണ്ടോ ഇത് നശിപ്പിക്കാൻ? വേറെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെക്സിക്കൻ കൊറിയൻ ഗ്രാസുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം സാൾട്ട് ആണ് യൂസ് ചെയ്തിരുന്നത്. നമ്മൾ ഈ നെല്ലിനൊക്കെ ചെയ്യുന്ന ഒരു മെഡിസിനാണ്. അപ്പോൾ അത് ഗ്രാസ് പോവില്ല, കളകൾ പോകും. പക്ഷെ ഇതിൽ നമുക്കത് അത്രയും ആപ്റ്റ് അല്ല. കാരണം ഇതും ആ സെയിം കാറ്റഗറിയിലായതുകൊണ്ട് നമുക്കിത് ഇത് പോകാനുള്ളൊരു സാധ്യത കൂടുതൽ. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. മാക്സിമം ഇത് തന്നെയാണ്, മാക്സിമം കെമിക്കൽ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 1 രൂപ 50 പൈസയോ ഇതിന് കൂടിയാലും കെമിക്കലുകൾ ഒഴിവാക്കുക.
അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആകെ ഇവിടെ കെമിക്കലായിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ യൂറിയ, ഫോസ്ഫറസ്, പൊട്ടാഷ്. പിന്നെ നമുക്ക് ഈവനിങ് സമയത്തൊക്കെ നമ്മൾ ഫാമിൽ വന്നിരിക്കുമ്പോൾ ഒരു രസം, അതൊരു നാട്ടുപ്രദേശമാണ്. അത് ശരിയാണ്. നമ്മൾ തോട്ടത്തിൽ വന്നിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയും ഒരു ഇരിക്കാനൊക്കെ തോന്നുന്നത് ശരിക്കും ഒരു ഈവനിങ് ടൈമിലൊക്കെയാണ് വന്നിരിക്കേണ്ടത്. ഈവനിങ് ടൈമൊക്കെ ആ വെയിലാറുന്ന സമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു പറഞ്ഞ വീട്ടില് കുറച്ച് ഫ്രൂട്ട് ട്രീസ് ഒക്കെ വെച്ച് അതിന്റെ കൂടെ ഫുള്ള് ലോണൊക്കെ ചെയറൊക്കെ ഒരു ചെയറും സ്റ്റോണ്ടഡ് ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അതൊരു വേറൊരു ആംബിയൻസ് ആണ്, വേറൊരു ഇതാണ് ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വളരെ. ഇപ്പം ഈ പേൾ ഗ്രാസ് പ്രചാരത്തിലായിട്ട് അധികം കാലം ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചു കാലമല്ലേ ആയിട്ടുള്ളൂ ഇപ്പോൾ പ്രചാരത്തിലായി വരുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകളിലോട്ട് കൂടുതൽ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഒറിജിൻ എവിടാ? ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്ത ഒരു ഇതിൽ മലേഷ്യ ആണ് ഇതിൻ്റെ ഒറിജിൻ എന്നാണ് മനസ്സിലാവുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞാൽ പാസ്ബെല്ലം മിനിയേച്ചർ എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള സയൻറ്റിഫിക് ആ ഒരു നെയിം പേര് വരുന്നത്, ശരിക്കുള്ള പേര് വരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജിബോയ് എന്ന് പറയുന്ന നമ്മളൊരു സുഹൃത്ത്, നമ്മൾ ഇപ്പോൾ അങ്ങനെ ഈ ഇതിൻ്റെ ഫീൽഡുമായിട്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ്. പുള്ളിയായിട്ട് ഞാൻ കുറേ നേരം സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ പുള്ളിയാണ് ഈ സാധനം ശ്രീലങ്കയിൽ നിന്നാണ് പുള്ളിക്ക് വന്നിട്ടുള്ളത് ഇവിടെ. അപ്പോൾ അതാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. പുള്ളിയും കൃഷി ചെയ്യുന്നുണ്ട്, ഫാം ചെയ്യുന്നുണ്ട്. പുള്ളി കുറച്ച് ദൂരെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്നുണ്ട്, നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളുണ്ട്. പുള്ളി ഇപ്പോൾ ഇതിൻ്റെ പുതിയൊരു വേരിഗേറ്റഡ് വെറൈറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 4 മാസം കൊണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആവും. അതിൻ്റെ പാറ്റൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി പുള്ളി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇതായി കഴിഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആവും. അപ്പോൾ പുള്ളി അതിനുവേണ്ടി നല്ലപോലെ ഒരു എഫേർട്ട് ഇടുന്നൊരു വ്യക്തിയാണ്. കാരണം അതിനെക്കുറിച്ച് പഠിച്ച് അവർ പുറത്തൊക്കെ പോയി വിദേശ രാജ്യങ്ങളിൽ പോയി ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയായിട്ട് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടതോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആ രീതിയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്ത് പഠിച്ച് എന്താണ് അതിൻ്റെ സാധ്യതകൾ കാര്യങ്ങൾ പഠിച്ച് അങ്ങനെ നമ്മൾ ആ രീതിയിലേക്ക് ചെയ്യുന്നത്. അതിൻ്റെ ശരിക്കുള്ള പേര് ഇതാണ്. കേരളത്തിൽ പിന്നെ ഇത് അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ പേൾ ഗ്രാസ് എന്ന് പറഞ്ഞ് ഒരു പേരിൽ നമ്മളത് വന്നപ്പോൾ പിന്നെ കേരള പേൾ ഗ്രാസ് ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വരുമ്പോൾ ബാംഗ്ലൂരത്തേക്ക് ഇതിൽ എന്ന് പറഞ്ഞാൽ കേരള പേൾ ഗ്രാസ് ആണ് ബാംഗ്ലൂർ പറയുന്നത്. കേരള പേൾ ഗ്രാസ് അങ്ങനെ എന്നുള്ള രീതിയിലേക്കാണ് ബാംഗ്ലൂർ പറയുന്നത്. നമ്മൾ ബാംഗ്ലൂർക്കും നമുക്ക് ഇടയ്ക്ക് ലോഡുകൾ പോകുന്നുണ്ട്. അപ്പം നമ്മൾ അപ്പോൾ ഇത് ഈ കൃഷി ചെയ്യുമ്പം ഇപ്പോൾ ഒരു വരുമാന മാർഗമായിട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര രൂപയുടെ ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്? അല്ല, ഞാൻ ഇപ്പം എൻ്റെ കൂടെ എൻ്റെ കസിൻ ബ്രദേഴ്സ് 2 പേരുണ്ട്. ഇപ്പോൾ പുതിയ 3ാമതൊരാൾ വരാൻ നിൽക്കുന്നുണ്ട്. 3 പേര് വരുന്നുണ്ട്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നു. ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർക്കൊക്കെ താല്പര്യമായി. അപ്പം അങ്ങനെ മെഷീൻ്റെ കാര്യം നോക്കുന്ന ഒരു ബ്രദറാണ്. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ലാൻഡ്സ്കേപ്പ് വർക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവനെ പതുക്കെ ആ ലാൻഡ്സ്കേപ്പിൻ്റെ പരിപാടിയിലേക്ക് അവനെ ഇതാക്കി ചെയ്യുന്നുണ്ട്. ബാക്കി ഇനിയിപ്പോൾ മാർക്കറ്റിംഗ്, അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അടുത്ത ആൾ വരുന്നുണ്ട്. അപ്പോൾ അവരെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് നമ്മൾ അവരെ കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ട് നമ്മളിതെല്ലാം കൺട്രോൾ ചെയ്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പുതിയ യൂണിറ്റുകൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കാണ് ഞാൻ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഫ്രീ ആവണമെങ്കിൽ ഈ വക കാര്യങ്ങൾ ഇവരിത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോയാൽ എനിക്ക് ഫ്രീ ആവാൻ പറ്റും. അപ്പോൾ എനിക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്തത് വേറൊരു 2 ഏക്കർ സ്ഥലത്ത് അല്ലെങ്കിൽ 3 ഏക്കർ സ്ഥലത്തുള്ള പുതിയൊരു വേറൊരു കൃഷി രീതിയാണ് ഇപ്പം എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ. ഞാൻ അതിനെയാണ് ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് തൊഴിലില്ല, പണിയില്ല എന്ന് പറഞ്ഞ് വളരെയധികം ചെറുപ്പക്കാർ നടക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാം, ഓരോരോ അവസരങ്ങളും സാധ്യതകളും. പക്ഷെ ജോബ് എന്നുള്ളൊരു ഇതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ മാർഗമൊന്നുമില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ഇന്റർവ്യൂ ലെറ്റർ വന്നതാണ്. ഇപ്പോഴും ഇരിക്കുന്ന എൻ്റെ ഇന്റർവ്യൂ ലെറ്റർ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇന്റർവ്യൂ ലെറ്ററിൽ ഞാൻ ആ ഇന്റർവ്യൂവിന് പോയിട്ടില്ല. എനിക്ക് വീട്ടുകാർ നല്ല രീതിയിൽ പ്രഷർ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് കോഴിക്കോടായിരുന്നു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ള പേരിൽ ഞാൻ വീട്ടിൽ നിന്ന് നേരെ തൃശ്ശൂർ പോയി ഒരു സിനിമയും കണ്ട് വൈകുന്നേരമായപ്പോൾ തിരിച്ചു പോകുന്ന ആളാണ്. ഇപ്പോഴും എൻ്റെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇന്റർവ്യൂ ലെറ്റർ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 20,000, 25,000, 30,000 സാലറി കിട്ടും. പിന്നെ ആകെ ഇപ്പം എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നാൽ ജോലിക്ക് പോയായിരുന്നു. അപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പെണ്ണ് കിട്ടാൻ എളുപ്പമായിരുന്നു. ഇപ്പം എല്ലാവർക്കും സർക്കാർ ജോലിക്കാരെ ആ ഒരു രീതിയിലുള്ളത് മതി. ആ ഒരു ഇത് ഒഴിച്ച് ബാക്കി എനിക്ക് ഇന്ന് വരെ ആ ജോലിക്ക് പോകാത്തതിലോ അല്ലെങ്കിൽ ഇതിന് പോകാത്തതിൽ എനിക്ക് യാതൊരു വക വിഷമവും ഇല്ല. ഞാൻ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ. കാരണം ഇനിയിപ്പോൾ ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രൊജക്റ്റുകളും കാര്യങ്ങളെല്ലാം ഇതായി കഴിഞ്ഞാൽ നമ്മുടേതായ ഒരു പ്രസ്ഥാനം നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഇത് മറ്റുള്ള ആളുകൾക്കും ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ. സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ, നമുക്ക് ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട്. അത് ഉപയോഗിക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം. അതാണ് എനിക്ക് മറ്റുള്ള ചെറുപ്പക്കാരായ കൃഷിക്കാരോടും അല്ലെങ്കിൽ തൊഴിലില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളോടും പറയാനുള്ളത്.
ഈ പേൾ ഗ്രാസ് ഇതിപ്പോൾ ഓൾറെഡി നമുക്ക് കട്ടിങ്ങിന് ആയി കിടക്കുന്ന പേൾ ഗ്രാസ് ആണ്. അപ്പോൾ പക്ഷേ ഇത് ഒന്നും കൂടെ ഇതിൻ്റെ ഒരു ഫൈനൽ മിനുക്ക് പണി അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫിക്കേഷൻ എന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് ഇത് നമുക്ക് പേൾ ഗ്രാസിന് ആക്സസ് വരുന്ന അതിൻ്റെ സ്റ്റമ്മുകളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കി അതൊന്ന് ഫൈനൽ നമ്മളിപ്പോൾ ഒരു പുറത്തേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊന്ന് കുളിച്ച് പൗഡറൊക്കെ ഇട്ടൊന്ന് ഇതാവില്ല എന്ന് പറഞ്ഞ മാതിരിയുള്ളൊരു പരിപാടിയാണിത്. ഇതൊന്ന് ക്ലിയറാക്കി ഒന്ന് വൃത്തിയാക്കി ഇതാക്കി കഴിഞ്ഞാൽ ഈ പേൾ ഗ്രാസ് നമുക്ക് പിന്നെ കറക്റ്റ് നല്ല വൃത്തിയിലുള്ള ഷീറ്റുകളായി. ഇതൊക്കെയാണ് നമ്മളോരോ പാർട്ടികൾക്ക് നമ്മളിത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷേ വർക്കേഴ്സ് ഇരുന്ന് നമുക്കിത് വർക്ക് ചെയ്ത് ഇതുപോലെ ക്ലീനാക്കി നീറ്റാക്കി കഴിഞ്ഞാൽ ഈ ഗ്രാസ് കാണാൻ തന്നെ അതിൻ്റെ നല്ല വൃത്തിയുള്ള ഗ്രാസായിരിക്കും. ഇതൊക്കെ പൊട്ടിച്ച് ഒഴിവാക്കി ഇതാക്കി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ ഗ്രാസിൻ്റെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഗ്രാസിൻ്റെ ഒരു ഇത് മാറി, നാച്ചർ മാറി. പക്ഷേ ഇത്രയും ഇതുപോലെ ഇതിങ്ങനെ പൊന്തിപ്പടന്ന് കിടക്കുമ്പോൾ കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല. ഓൾറെഡി കട്ട് ചെയ്യുമ്പോൾ ആ ബ്ലേഡിൻ്റെ ഇതിൽ കുറച്ച് എന്തായാലും പൊന്തും. അപ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെ ഒഴിവാക്കി കാണുമ്പോൾ ആളുകൾക്ക് അത് ഒരു ഗ്രാസ് എടുക്കുന്ന ഒരു പാർട്ടീനെ സംബന്ധിച്ച് ഇത് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ മാക്സിമം മനോഹരമായിട്ടിരിക്കണമെന്നാണ് അവർ ഉദ്ദേശിക്കുക. വേറെ ഇഷ്യൂസൊന്നുമില്ല. ഒരാഴ്ച കൊണ്ട് നമ്മളിത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ക്ലിയറായി അവിടെ കിട്ടും. പക്ഷെ കാണുമ്പോഴുള്ള ആ ഒരു പെർഫെക്ഷൻ, നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ വൃത്തിയാക്കി ഭംഗിക്ക് കൊടുക്കുക എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ ഇതുപോലൊരു ഫൈനൽ മെയിൻ്റനൻസും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഗ്രാസ് പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ബ്യൂട്ടിഫിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ഈ തരത്തിലായിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് സെയിൽ ചെയ്യാവുന്നുള്ളൊരു രീതിയിലേക്കുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ ഈ ഗ്രാസ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതാണ് പുതിയതായിട്ട് വരുന്ന പേൾ ഗ്രാസിൻ്റെ ഹൈബ്രിഡിൻ്റെ വേരിഗേറ്റഡ്. ഇത് നമുക്ക് കുറച്ചും കൂടെ ഷെയ്ഡ് ലവിങ് ഗ്രാസാണിത്. ഷെയ്ഡുള്ള ഏരിയയിൽ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇതിപ്പോൾ ഏകദേശം ഒരു 1 year ആയ മെറ്റീരിയലാണ്. കാരണം ഇതിന് മെയിൻ്റനൻസ് എന്ന് പറയുന്ന കട്ടിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. നമ്മളിതിന് സഫീഷ്യൻ്റായ രീതിയിൽ നൈട്രജൻ അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് മെയിൻ്റനൻസുകളോ കാര്യങ്ങളൊന്നും വേണ്ടാത്തതാണ്. തന്നെയല്ല ഇത് നമുക്ക് ഷീറ്റായിട്ട് സെയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ കട്ട് ചെയ്ത് മെഷീൻ വെച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഷീറ്റുകൾ ഉടഞ്ഞു പോകും. കാരണം ഇതിന് അത്രയും ആ ഒരു തിക്നെസ് ആയിട്ടുള്ള പിടുത്തമില്ല. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രേകളിലാണ്. അത് നമുക്കിവിടെ മേളിൽ കാണാം. അപ്പോൾ ആ ട്രേകളിലാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൊണ്ടുപോകുന്നവർക്കും ഇത് ഷീറ്റായിട്ട് ടർഫ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡബ്ലിംഗ് മെത്തേഡിലേ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ദോഷമായിട്ടുള്ളൊരു സൈഡ് എന്ന് പറയുമ്പോൾ അതാണ്. നമുക്ക് ഷീറ്റായിട്ട് ലൈവ് റെഡി ടു മാറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ പുതിയ യൂണിറ്റ് 2ൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റ് 2 കാണുന്നത്. ഇത് ഏകദേശം ഒരു 1 acre പ്രോപ്പർട്ടിയാണത്. ഇത് നമ്മൾ ലീസിനെടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോൾ ഏകദേശം ഒരു 5 വർഷം എന്നുള്ള രീതിയിലാണ്. പക്ഷേ 11 മാസം കൂടുമ്പോൾ കരാർ പുതുക്കി അങ്ങനെ ആ രീതിയിലാണ് ചെയ്യുക. ഇതുപോലെ കാട് പിടിച്ച് കിടന്നിരുന്നൊരു പ്രോപ്പർട്ടിയാണ് ഇതും. അപ്പോൾ നമ്മൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഹിറ്റാച്ചി കാര്യങ്ങൾ ഉപയോഗിച്ച് അത് ലെവൽ ചെയ്ത് അത് നമുക്ക് ഫ്ലാറ്റാക്കി ഗ്രൗണ്ട് ആ ഒരു ലെവലിൽ ഫ്ലാറ്റാക്കി ഇതാക്കി എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ പ്ലാന്റിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മൾ ഇങ്ങനെ ലെവൽ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്? ഇതിപ്പോൾ ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുമ്പോൾ കണ്ടമാനം വീഡ്സ് അതുപോലെ വീഡ്സിൻ്റെ സീഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം ഫസ്റ്റ് നമ്മളിപ്പോൾ വലിയ ഹിറ്റാച്ചി 140 ഹിറ്റാച്ചി വെച്ച് നമ്മളെല്ലാം റിമൂവ് ചെയ്ത് ഇതിപ്പോൾ സോയിൽ ബേസിക് 30യുടെ ചെറിയ ഹിറ്റാച്ചി വെച്ച് നമ്മൾ ബേസിക്കായിട്ട് ലെവൽ ചെയ്യും. അത് കഴിഞ്ഞ് ഫ്ലാറ്റാക്കി എടുക്കാൻ. അത് കഴിഞ്ഞ് ഇതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഇതുള്ള ഏരിയ ഫുള്ള് നമ്മൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവലി ലേബേഴ്സിനെ ഒരു 10-15 ലേബേഴ്സിനെ ഇട്ട് മൊത്തം അവിടെ നിന്ന് മുതലേ ഇത് ലെവൽ ചെയ്ത് പോരും. അത് ലെവൽ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ ലേയിങ് ഡബിളിംഗ് മെത്തേഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 2 മാസം കൊണ്ട് ഇത് ഏകദേശം നല്ലൊരു ഫാമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ഇപ്പോൾ നിറച്ച് പൊടി മണ്ണ് ഇതെല്ലാം നമ്മൾ ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണോ ഈ ബാക്കി ഫിനിഷിങ്? അല്ല, നമ്മളിത് ഫൈനൽ ലെവലിംഗ് കഴിഞ്ഞ് ഇത് ചെയ്തു പോരുന്നതിനനുസരിച്ചാണ് നമ്മൾ വാട്ടറിങ് സ്റ്റാർട്ട് ചെയ്യുക അവിടെ. കാരണം വെള്ളം നമുക്ക് ഓവറായിട്ട് വേസ്റ്റ് ആക്കാനും വെള്ളം ദുരുപയോഗം ചെയ്തതെന്നാണല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം ആവശ്യമുള്ള രീതിയിലും ആ ചെയ്തു പോരുന്നതിനനുസരിച്ച് നമ്മളത് ചെടി നട്ട് തന്നിട്ട് മാത്രം അതിന് മുമ്പ് നമ്മൾ സ്പ്രിംഗ്ലറുകൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കാര്യങ്ങൾ ഇതാക്കും. ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മാനുവലി ആയിരിക്കും, പൈപ്പ് പച്ച ഗ്രീൻ ഹൗസ് വെച്ചിട്ടായിരിക്കും നനയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ സ്പ്രിംഗ്ലറുകൾ കാര്യങ്ങൾ ഇതിലേക്ക് ചെയ്യും. ഇതിപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇത് വരുന്നത്.
അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് പേൾ ഗ്രാസ് ആണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു സംരംഭമാണ്. അതിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് തുടങ്ങി. ഇതിപ്പോൾ നമുക്കൊരു വലിയ നല്ല രീതിയിൽ ഒരു എക്സ്ട്രാ വരുമാനം കിട്ടുന്നതിനായിട്ട് ഹെൽപ്പ് ആവുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, കാണാനും നമുക്ക് വളരെ സ്ഥലമായാലും വളരെ ഭംഗിയായിട്ട് കിടക്കും. പിന്നെ കുട്ടികൾക്കായാലും വീട്ടിൽ മുതിർന്നവർക്കായാലും ഒഴിവ് സമയങ്ങളിൽ മാത്രം ഇതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് വലിയ ചിലവുകളോ അല്ലെങ്കിൽ പണിക്കാരുടെ കാര്യങ്ങളോ വളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അധികം വേണ്ടി വരുന്നില്ല. ഇതിനു വേണ്ടിയിട്ട് ഒരു സന്തോഷവും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു രീതിയിലുള്ള വരുമാന മാർഗം കൂടി നമുക്കിതിൽ നിന്ന് കിട്ടുന്നു. പേൾ ഗ്രാസ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഒരു 5000 സ്ക്വയർ ഫീറ്റോളം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് വാല്യൂ അനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ വളരെ ലാഭകരമാണ്, സന്തോഷമാണ്. നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് ദാണ്ട് ഈ സൈഡിൽ കാണുന്ന പയർ, ചീര, വഴുതന, ചിരക്ക, അങ്ങനെ അതുപോലെ ഒരുപാട് പച്ചക്കറി ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്താൽ നമുക്ക് ഈ പുല്ലിൻ്റെ ചിലവിന് വരുന്നത് അതിനൊരു ചിലവും വരില്ല. പക്ഷേ നമ്മുടെ വീട്ടിലെല്ലാ ആവശ്യങ്ങൾക്കായിട്ട് പച്ചക്കറി അതുപോലെ നമ്മുടെ വീട്ടുകളിലേക്കൊക്കെ കൊടുത്തയക്കലും പിടിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. ഈ പുല്ല് വെള്ളവും കാര്യങ്ങളൊക്കെ നനച്ചു കാലത്ത് നേരത്തെ എണിച്ച് നനയ്ക്കും. വെയിലുദിക്കുന്നതിനേക്കാൾ മുന്നേ നനച്ച് ശരിയാക്കി കഴിഞ്ഞ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പരമാവധി പണികൾ നമ്മൾ തന്നെ ചെയ്ത് വയ്ക്കും. ഇത് ഒരു 60 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതിൽ 60 സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് ഒരു 15,000 സ്ക്വയർ ഫീറ്റ് വരെ പുല്ല് നമുക്ക് ഇന്ന് കിട്ടാറുണ്ട്. പേൾ ഗ്രാസിൻ്റെ ഹബ്ബായി മണ്ണുത്തി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒട്ടേറെ കർഷകരെയും അതുപോലെ ഈ പേൾ ഗ്രാസ് ബിസിനസ് ചെയ്യുന്ന ഒരു സംരംഭകനെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മണ്ണുത്തിയിൽ ഒട്ടേറെ ചെറുകിട സംരംഭകർ അല്ലെങ്കിൽ ചെറുകിട കർഷകർ പേൾ ഗ്രാസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. അപ്പം പേൾ ഗ്രാസിൻ്റെ സാധ്യതകൾ ഇനി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വരുമാന മാർഗമാക്കി മാറ്റുന്ന കർഷകരും അതുപോലെ ഒരു പുൽത്തകടി തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കർഷകശ്രീ മണ്ണുത്തിയിൽ നിന്ന് വിടവാങ്ങിയാണ്. ഇനി മറ്റൊരു കാർഷിക വിഷയത്തോടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.